വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്, ശിശുവിനെ പോലെ സ്വയം ചെറുതാവുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ശിശുക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ജന്മം നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവരുടെ മാതാപിതാക്കന്മാരെ അന്ധമായിട്ട് വിശ്വസിക്കും. മാതാപിതാക്കന്മാർ എന്ത് പറഞ്ഞാലും ഒരു മടിയും ചിന്തയും കൂടാതെ അവർ അത് വിശ്വസിക്കും. മാതാപിതാക്കൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും പ്രവർത്തിക്കുക എന്ന പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടാവും. അവർ അവരുടെ ബുദ്ധിയേക്കാളും ശക്തിയേക്കാളും കഴിവിനേക്കാളൊക്കെ അധികമായിട്ട് അവരുടെ മാതാപിതാക്കന്മാരുടെ ബുദ്ധിയെയും ശക്തിയെയും കഴിവിനെയൊക്കെ ആയിരിക്കും ആശ്രയിക്കുക. മാതാപിതാക്കന്മാർ അവരെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അവർ അതെല്ലാം മറന്ന് അവരുടെ മാതാപിതാക്കന്മാരുടെ സമീപത്തേക്ക് ഓടി വരും. വചനം മനസ്സിലാക്കുകയാണ്, നമുക്ക് ജീവനും ജീവിതവും തന്ന് കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വാക്ക്, ദൈവവചനം നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാതെ അതേപടി വിശ്വസിക്കുന്നവരായിത്തീരണം നാം എല്ലാവരും. നമ്മുടെ കഴിവ്, മിടുക്ക്, യോഗ്യതകളെക്കാൾ അധികമായിട്ട് ദൈവശക്തിയിലും ദൈവകാരുണ്യത്തിലും അഭയം തേടണം. നമുക്ക് തെറ്റ് സംഭവിച്ചേക്കാം, എന്നാൽ ദൈവത്തിന് തെറ്റ് പറ്റുകയില്ല. ദൈവം നമ്മുടെ നന്മയും രക്ഷയും മാത്രമായിരിക്കും ആഗ്രഹിക്കുക എന്ന് നാം തിരിച്ചറിയണം. ദൈവം നമുക്ക് സഹനങ്ങളും വേദനകളും അനുവദിച്ചാലും അതെല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കായി മാറ്റുമെന്ന് നാം അറിയണം. അതുപോലെ നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലുമെല്ലാം ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ എളിമപ്പെടുത്തുകയും ചെറുതാകുകയും വേണം. ശതാധിപനെ പോലെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യം സുഖപ്പെടും എന്ന് പറഞ്ഞ പോലെയും, അപ്പോൾ ചുങ്കക്കാരനെ പോലെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാർത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയെ എന്നെ കനിയണമേ എന്ന് പ്രാർത്ഥിച്ച പോലെയും ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ എളിമപ്പെടുത്തി ദൈവകാരുണ്യത്തിൽ അഭയം തേടുമ്പോൾ ദൈവം നമ്മുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് നാം ദൈവസന്നിധിയിൽ സ്വീകാര്യരെ മാറും. അതുപോലെ വലിയ വലിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ആഗ്രഹിക്കാതെ ദൈവം തരുന്ന സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ദൈവഹിതപ്രകാരം വിനിയോഗിക്കാനും, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവസന്നിധിയിൽ എല്ലാവരും വലിയ വിലയുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ നമ്മളെക്കാൾ വലിയവരെ കാണുവാനായിട്ട് നാം പരിശ്രമിക്കുകയും അതിനുള്ള കൃപയ്ക്കായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അതിനുള്ള കൃപ നമുക്ക് തരികയും ചെയ്യുമ്പോൾ നാം ദൈവസന്നിധിയിൽ ശിശുക്കളെപ്പോലെ വലിയ വിലയുള്ളവരായി തീരും. ശിശുക്കൾ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്ന പോലെ നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവവചനം ഒരു മടിയും കൂടെ വിശ്വസിച്ച് നമ്മുടെ കഴിവ്, മിടുക്ക്, യോഗ്യതയേക്കാൾ അധികമായിട്ട് ദൈവശക്തിയിലും ദൈവകാരുണ്യത്തിലും അഭയം തേടുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും ദൈവവചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.